ഓക്കെ, നമസ്കാരം. ഞാൻ സുധീഷ് സദാശിവൻ. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിഫ്റ്റിയുടെയും അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു അനാലിസിസ് ആണ്. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോക്സിന്റെ വ്യൂ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. ഞാൻ പേഴ്സണലി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ പ്രൈസ് ആക്ഷൻസ് വ്യൂ എന്റെ ഒരു പ്രൈസ് ആക്ഷൻസ് വ്യൂ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ അഡ്വാൻസ് ലെവലായിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈല് നമ്മൾ നോക്കാറുണ്ട്. മാർക്കറ്റ് പ്രൊഫൈലിനെയും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻസും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിപ്പം നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലാണ്, ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിന്റെ ഒരു സ്പോട്ട് ചാർട്ടാണ് നമ്മളിപ്പം കാണുന്നത്. ഞാൻ ട്രേഡിംഗ് വ്യൂവിന്റെ ചാർട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം നമ്മളിതിൽ പറയുന്ന ലെവൽസും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് പ്രൊഫൈലിലുള്ള POC ലെവൽസ്, അതുപോലെ തന്നെ സിംഗിൾ പ്രിന്റ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. പക്ഷെ നമ്മളിത് കൂടുതൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ, ഞാനിത് ട്രേഡിംഗ് വ്യൂവിന്റെ സ്പോട്ട് ചാർട്ടിലാണ് ഈ ലെവൽസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഓവറോൾ നമ്മളിപ്പോ നിഫ്റ്റിയുടെ ഒരു വ്യൂ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഒരു ഒരു ചെറിയൊരു കറക്ഷൻ മോഡിലാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിഫ്റ്റി ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു കറക്ഷൻ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിക്കും. ഇപ്പൊ നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ടുള്ള ഒരു 24,800 എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നിഫ്റ്റി ഇപ്പൊ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസങ്ങളിലേക്ക് മാർക്കറ്റിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു വ്യൂ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് ഒരു ഡൗൺ സൈഡ് പോകാനുള്ള ഒരു പോസിബിലിറ്റി ആണ് കാണുന്നത്. കാരണം ഇപ്പം ഈ ഒരു ലെവൽ എന്താണ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ് 24,800 എന്ന് പറയുന്ന ലെവൽ ഞാൻ ഒരു ചെറിയൊരു സോൺ വരച്ചിട്ടുണ്ട്. എങ്കിലും 24,800 ആണ് ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് റെസ്പെക്ട് ചെയ്ത് അവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത ദിവസം മാർക്കറ്റ് ഇതിന്റെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്ക് നെക്സ്റ്റ് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 500 എന്ന് പറയുന്ന ലെവലാണ്. 24,500 മുതൽ 24,475 ആ ഒരു ലെവൽ വരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെവൽ വരെ നിഫ്റ്റി എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം നിഫ്റ്റിയുടെ പ്രൈസ് ആക്ഷൻ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് അടുത്ത ഒരു 24,500 എന്ന് പറയുന്ന ആ ഒരു ലെവലാണ്. അപ്പം 24,500 മുതൽ 24,475 വരെയുള്ള ലെവൽ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അപ്പൊ അടുത്ത ആഴ്ച എന്തായാലും മാർക്കറ്റ് എന്തായാലും ഈ ഒരു ലെവൽ വന്നിട്ട് എന്ത് ചെയ്യും? ചിലപ്പോൾ മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ലെവലിനെയും മാർക്കറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് സ്ലോ ആയിട്ട് 24,050 എന്ന് പറയുന്ന ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ പ്രൈസ് ആക്ഷൻ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു 200 മൂവിംഗ് ആവറേജ് എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് 24,050 അപ്പൊ അവിടെ വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു വ്യൂവിൽ 24,500 ആണ് നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട്. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 24,050 വരെയുള്ള ആ ഒരു സപ്പോർട്ടിലേക്ക്, കാരണം അവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് 24,800 ആ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്യണം. അത് ആ ലെവലിൽ സസ്റ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ നിഫ്റ്റി നോക്കുമ്പോൾ നിഫ്റ്റി 20 ഇപ്പം നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 എന്ന് പറയുന്ന ലെവലാണ്. അപ്പൊ അപ്സൈഡിലേക്ക് എനിക്ക് അത്ര കൺവിക്ഷൻ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം അപ്സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം ഒരുപക്ഷെ നാളെ മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ 25,000 മുകളിലൊക്കെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ചെറിയൊരു അപ്സൈഡ് മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എനിക്ക് കൂടുതൽ കൺവിക്ഷൻ ഉള്ളത് കാരണം മൊത്തത്തിൽ നമ്മളിപ്പം ഒരു വീക്ക്ലി ചാർട്ടും അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റിക്ക് ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു പോസിബിലിറ്റി ആണ് കൂടുതൽ. അപ്പം മുകളിലോട്ട് മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ ഒരു POC ഇവിടെ ഉണ്ട് 25,070 എന്ന് പറയുന്ന ലെവല്. അതൊരു ടാർഗറ്റ് ആയിട്ട് നിഫ്റ്റി എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം മുകളിലോട്ട് പോവുകയാണെങ്കിൽ 25,070 വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് ഇവിടെ ഒരു സിംഗിൾ പ്രിന്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റിയാണ് ഈ ഒരു ലെവലിൽ നടന്നത്. അപ്പൊ അവിടെ നിന്നാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്? നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ 25,140 ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ ഒരു ടാർഗറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് 25,070 എന്താണ് POC ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോയാലും മാർക്കറ്റിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 25,200 മുതൽ 25,250 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒരു മേജർ റെസിസ്റ്റൻസ് സോണാണ്. അപ്പം നല്ലൊരു അപ്സൈഡ് നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ലെവൽ ക്രോസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറെ തവണ എന്താണ് മാർക്കറ്റ് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് പോയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് ഇനിയിപ്പം കമ്മിങ് ഡേയ്സിൽ മാർക്കറ്റ് ഇതിന് മുകളിൽ പോയാൽ മാത്രമേ ഞാൻ ഒരു അപ്സൈഡിലേക്കുള്ള
നല്ലൊരു ആ, ഒരു ഒരു എന്താണ് ഒരു സ്ട്രെങ്ത് നമുക്ക് മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പൊ നാളത്തേക്ക് അപ്പൊ നമ്മൾ എങ്ങനെ നോക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ ഈ പറയുന്ന ഈ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത ഈ ലെവൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. അപ്പം ഇപ്പൊ ഒരുപക്ഷെ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് നാളെ ഒരു 24,800 താഴെ ഒരു ഓപ്പണിംഗ്, അതായത് ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ ഏരിയ നമ്മൾ നോക്കുമ്പോൾ 24,800 24,800 നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് വാല്യൂ ഏരിയ എന്ന് പറഞ്ഞത് എന്താണ്, അതായത് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ഒരു 68 to 70% മാർക്കറ്റ് സ്പെൻഡ് ചെയ്ത ഒരു പ്ലേസ് ആണ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അതൊരു ഏരിയ ആണ്. ഇപ്പം ഡൗൺ സൈഡിലേക്കുള്ള വാല്യൂ ഏരിയ ലോ എന്ന് പറയുന്നത് 24,800 അതുപോലെ തന്നെ വാല്യൂ ഏരിയ ഹൈ എന്ന് പറയുന്നത് 24,891 ആ ഒരു റേഞ്ച് ആണ്. ഓക്കെ. അപ്പം ഈ ഈ ഒരു 24,800 താഴെ ഒരു ഓപ്പണിംഗ് മാർക്കറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഡൗൺ സൈഡിലേക്ക് നമുക്കൊരു ഒരു മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പി ഒ സി ലെവൽ കാണുന്നുണ്ട്, ഇത് 24,670. അപ്പൊ ഒരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത് മാർക്ക് ചെയ്യുക. 24,800 മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാർഗറ്റ് ആയിട്ട് ഒരു പ്രീവിയസ്ലി ഒരു പി ഒ സി ലെവലാണ്. അപ്പം 24,687 എൺപത്തി ആ ഒരു റേഞ്ചാണ്. അപ്പൊ അതൊരു ടാർഗറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അപ്പം അതും ബ്രേക്ക് ചെയ്ത് എന്താണ് അടുത്ത ലെവലിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ 24,500 നിഫ്റ്റിയുടെ ഒരു മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ഇതിപ്പം മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടാണ് ഈ കാണുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ സ്പോട്ട് ചാർട്ട് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ അതുപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പം നേരെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോവാണ്. അപ്പൊ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നതും ഒരു സപ്പോർട്ട് സോണിന്റെ അടുത്താണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ബാങ്ക് നിഫ്റ്റിയുടെ ഇപ്പം നിൽക്കുന്നത് 56,520 ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കാരണം ഇനിയിപ്പോ ഈ ലെവൽ പ്രീവിയസ് ഡേ നമുക്കറിയാം, പ്രീവിയസ് ഡേ ലോ എന്താണ് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്റ്റീവ്. ഇത് ഒരു 56,400 ഒക്കെ ക്രോസ് ചെയ്ത് പോയാലും ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി വേണ്ടി നമുക്ക് നോക്കാം. പക്ഷെ ഒരു ഒരു ഹൈ കൺവിക്ഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. ഇപ്പൊ ഇത് നിഫ്റ്റിയെ ബാധിക്കും. കാരണം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് 56,300 മുതൽ 56,200 വരെയുള്ള ഏരിയ എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ്. അപ്പൊ നമ്മളിത് ഒരു മൂവിംഗ് ആവറേജിന്റെ ബേസിൽ നമ്മൾ നോക്കുമ്പോഴും അവിടെ ഒരു 50 മൂവിംഗ് ആവറേജ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതൊക്കെ എന്താണ് ഒരു മാർക്കറ്റ് കറക്ഷൻ എടുത്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സോൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ ബാങ്ക് നിഫ്റ്റി ഇപ്പം നമ്മൾ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ നിഫ്റ്റി താഴേക്ക് പോകുന്നു, പക്ഷെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു സോൺ ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു കാണുവാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അലേർട്ട് ആവണം. നിഫ്റ്റിയും അത് ബാധിക്കും. നമ്മൾ എപ്പോഴും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുമ്പം എന്ത് ചെയ്യണം, നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരേ ഡയറക്ഷനിൽ ആണോ മൂവ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്താം. ഓക്കെ. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് ആ ഡേറ്റ നിങ്ങൾ ചെക്ക് ചെയ്യാം. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ 56,200 താഴെയാണ് ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു ലെവൽ ആക്റ്റീവ് ആകുന്നത്. നല്ല രീതിയിൽ ഈ ഒരു ലെവൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ യൂസ് ചെയ്യാം. നിഫ്റ്റി താഴേക്ക് പോകുന്നത് പോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു 56,400 താഴെയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡൗൺ സൈഡ് ചെറിയൊരു ഓപ്ഷൻ, ഒരു ചെറിയൊരു അപ് സൈഡ് നമുക്ക് ഒരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്കാൽപ്പിംഗ് പോലെ നമുക്ക് ട്രേഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇപ്പം 56,200 താഴെ ബാങ്ക് നിഫ്റ്റിയിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അതായത് 56,000 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ ആണ്. നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം ഏതെങ്കിലും ലെവൽസ് ഉണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പി ഒ സി കാണുന്നുണ്ട്, 55,954 എന്ന് പറയുന്ന ലെവൽ ഒരു പി ഒ സി ആണ്. അപ്പൊ അതൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ആ ലെവലും കൂടെ നമ്മുടെ മൈൻഡിൽ വെക്കുക. 55,955 എന്ന് പറയുന്ന ലെവൽ എന്താണ് ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രീവിയസ്ലി ഉള്ള ഒരു പി ഒ സി ലെവൽ, അതൊരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പൊ ഇതാണ് എനിക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്സിന്റെ വ്യൂ നോക്കാം. ഇതൊക്കെ ഒരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആണ്. നിങ്ങളുടെ കയ്യിൽ ഇതിന് സ്ട്രാറ്റജീസും അല്ലെങ്കിൽ നിങ്ങൾ പ്രൈസ് ആക്ഷൻ വ്യൂ അല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു സ്ട്രാറ്റജീസിനെയൊക്കെ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന വ്യൂ എന്താണ് നിങ്ങൾ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയിപ്പം ഡയറക്റ്റ് നമ്മൾ ഒന്ന് രണ്ട് സ്റ്റോക്സ് നമ്മൾ ജസ്റ്റ് നോക്കുവാണ്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പൊ നമ്മൾ ഫാർമ സെക്ടർ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ബിയറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. പക്ഷെ ഫാർമയിലേക്ക് നമ്മൾ ഫാർമ സെക്ടർ നമ്മൾ നോക്കുമ്പോൾ ഫാർമ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിൽ നമുക്കൊരു നാളത്തെ ഒരു അപ്സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ ഞാൻ കൂടുതൽ സ്റ്റോക്കുകൾ ഷെയർ ചെയ്യുന്നത് പ്രീവിയസ് ഡേയിൽ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ചാർട്ടിൽ നിന്ന് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി, അതായത് അപ്സൈഡിലേക്ക് ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്ന സ്റ്റോക്കുകളാണ് ഞാൻ കൂടുതൽ എപ്പോഴും അടുത്ത ദിവസത്തേക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പം എന്റെ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ നോക്കുക ഉള്ള നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ എടുക്കുന്ന നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോക്കിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പം ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു ലിങ്ക്, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക്, അതുപോലെ ടെലിഗ്രാമിൽ നമ്മൾ ഇപ്പം അത്ര ആക്റ്റീവ് അല്ല, അപ്പൊ അതിന്റെയും കൂടെ ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. നാളത്തേക്ക് നമ്മൾ അപ്പോളോ ഹോസ്പിറ്റലിന്റെ സ്റ്റോക്കാണ് നമ്മൾ അപ്സൈഡിലേക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് അപ്പോളോ ഹോസ്പിറ്റലിൽ ഇപ്പം ക്ലോസ് ചെയ്തിരിക്കുന്നത് 7474 എന്ന് പറയുന്ന ലെവലാണ്. അപ്പം നാളത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ലെവൽ, അതായത് 7460 മുകളിലായിരിക്കണം ഓപ്പണിംഗ്. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവലിന് താഴെ ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്ട്രാറ്റജി പ്രകാരം അത് വർക്ക് ആവില്ല. അപ്പം നിങ്ങൾ, അതായത് ഈ ഒരു ലെവലിന് മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പം ഈ ഒരു ലെവലിന് താഴേക്ക് മാർക്കറ്റ് പോവില്ലെന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടുന്ന് തൊട്ട് മുമ്പ് മുകളിൽ വന്നിട്ട് ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രീവിയസ് ഡേ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു അപ്സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 7600 അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഒരു നെക്സ്റ്റ് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതിനിടയിൽ നമുക്ക് ചെറിയ പ്രോഫിറ്റ് കാണുമ്പോൾ എക്സിറ്റ് ചെയ്ത് മാറാം നമുക്ക്. അതുപോലെ തന്നെ അപ്പം അപ്സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സ്റ്റോക്ക് ഏതാണ്? അപ്പോളോ ഹോസ്പിറ്റലാണ്. അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്കാണ്. ഇപ്പൊ മാർക്കറ്റിന്റെ ഒരു വ്യൂ ഡൗൺ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള സ്റ്റോക്കാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ആസ്ട്രൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ആസ്ട്രൽ എന്ന സ്റ്റോക്ക് അപ്പം ഇപ്പൊ അത് ക്ലോസ് ചെയ്തിരിക്കുന്നത് 1439 എന്ന് പറയുന്ന ലെവലാണ്. അപ്പൊ നാളത്തെ ഓപ്പണിംഗ് ഈ ഒരു ലെവൽ, നമ്മൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലെവലിന്റെ താഴെ ഓപ്പൺ ചെയ്യണം. അതായത് 1440 താഴെ ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്റെ ഒരു ട്രേഡ് സെറ്റപ്പിൽ ഞാൻ എൻട്രി എടുക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ലെവല് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിന് താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി പോകുന്ന പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് വാച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കുകൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു ലെവൽ വരെ സ്റ്റോക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1400 വരെ എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇത് നിങ്ങളുടെ ഒരു വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മൾ ഉറപ്പ് വരുത്തണം ഈ ഒരു സ്റ്റോക്ക് എന്താണ് ഈ ഒരു ലെവലിൽ താഴെയാണെന്നുള്ള ഓപ്പണിംഗ് ഇതിന്റെ താഴെയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഒരുപക്ഷെ മാർക്കറ്റ് ഈ ഒരു ലെവല് ക്രോസ് ചെയ്ത്, ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മാർക്കറ്റ് ഈ ലെവൽ ക്രോസ് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ് നമുക്കത് ഒരു എൻട്രി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്റെ ഒരു വ്യൂ ആണ്, നമ്മുടെ ഒരു സെറ്റപ്പ് പ്രകാരം ഈ ലെവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതിന്റെ താഴേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി വളരെ ഹൈ ആണ്. ആ സമയത്തുള്ള പ്രൈസ് ആക്ഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ ആ ഒരു സെക്ടർ എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻഡെക്സ് ചാർട്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബർഗർ പെയിൻ സ്റ്റോക്കാണ്. ബർഗർ പെയിൻ സ്റ്റോക്കാണ് അടുത്തൊരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു എൻട്രി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇതില് നമുക്ക് ഇവിടെ ഒരു ലെവൽ കാണാൻ പറ്റും. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത്, അതായത് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. അതായത് 555 എന്ന് പറയുന്ന ലെവൽ എന്താണ്? ഇതൊരു മേജർ സപ്പോർട്ടാണ്. അപ്പം ഒരുപക്ഷെ ഇതിന്റെ ഇത് നമ്മുടെ ഒരു വ്യൂ എന്ന് പറയുന്നത്, നാളത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് 561 താഴെ. ഇതൊരു ഒരു സപ്പോർട്ട് ഏരിയ, ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പം ഒരുപക്ഷെ ഇതിന്റെ മുകളിലാണ് ഓപ്പണിംഗ് എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഡൗൺ സൈഡിലേക്ക് നമ്മൾ നോക്കില്ല. ഈ ഒരു ലെവലിന് താഴെ, അതായത് 560 താഴെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ലെവല് ജസ്റ്റ് ഒന്ന് ഇവിടെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയി, കാരണം ഇതൊരു സപ്പോർട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയി ഒരു 10 o'clock ആ സമയത്ത് എന്താണ് ഈ ഒരു ലെവൽ മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് 550 ലെവൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അത്യാവശ്യം ഒരു ടാർഗറ്റ് പ്രോഫിറ്റ് ഒക്കെ നമ്മളെ ബുക്ക് ചെയ്യാം. നെക്സ്റ്റ് അതിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. കമ്മിങ് ഡേയ്സിൽ ഈ ഒരു സ്റ്റോക്ക് 530 എന്ന് പറയുന്ന ലെവൽ എത്താനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ പ്രൈസ് ആക്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഇത് താഴേക്കുള്ള ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പൊ അതിനിടയിൽ
നമുക്കൊരു അത്യാവശ്യം പ്രോഫിറ്റ് ഇപ്പം ഇതിൽ നിങ്ങളൊരു ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ആയിട്ട് പല പിവറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അത് നോക്കാവുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റോക്ക്, പക്ഷെ അടുത്ത സ്റ്റോക്ക് ഞാൻ ഷെയർ ചെയ്യുന്നില്ല. അത് കുറച്ചൊരു മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്താലും അതൊരു നമുക്കതിൽ ഒരു റിസ്കി ആയിട്ടുള്ള എൻട്രി ആണ്. അതുകൊണ്ട് നമ്മൾ അത് ഷെയർ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരു പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് നിങ്ങൾ കണക്ക് കൺസിഡർ ചെയ്യുക. നമ്മളെപ്പോഴും നമ്മളൊരു വ്യൂസും നമുക്ക് മാർക്കറ്റിൽ ഒരു വ്യൂ ഉണ്ടാകുന്ന ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് നമുക്ക് മാർക്കറ്റിൽ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പം ഒരു കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ വ്യൂസും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അപ്പൊ ഇത് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ലൈവായിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള മൊത്തമുള്ള വ്യൂവും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെയാണ് നമ്മൾ എപ്പോഴും മാർക്കറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഒന്ന് പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ എന്താണ് ഇപ്പൊ ഞാൻ പേഴ്സണലി നോക്കുന്നത് പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈലും അതുപോലെ തന്നെ ഓർഡർ ഫ്ലോയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാണ് പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ലൈവ് മാർക്കറ്റിലാണ് നമ്മൾ നോക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ഒരു ക്യാൻഡിൽ സിക്സ് നമ്മൾ ഫോം ചെയ്യുമ്പോൾ അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, ബയർ ആണോ സെല്ലർ ആണോ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ഫ്ലോ നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു ഓവറോൾ എന്താണ് മാർക്കറ്റിൽ ഒരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലെങ്കിൽ സ്മാർട്ട് മണി എൻട്രി ചെയ്തോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ ഞാൻ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന ഇപ്പം ഗ്രൂപ്പിലാണെങ്കിലും ഞാൻ ഷെയർ ചെയ്യുന്ന സ്റ്റോക്സ് ഒക്കെ പലപ്പോഴും നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രീവിയസ് ഡേയിൽ സ്മാർട്ട് മണി ആക്ടിവിറ്റി, അതായത് ആ ഒരു സ്റ്റോക്കിലേക്ക് സ്മാർട്ട് മണി എൻ്റർ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടുമ്പോഴാണ് അതിനെ ബേസ് ചെയ്താണ് നമ്മൾ പലപ്പോഴും പല സ്റ്റോക്കുകൾ ഇടുന്നത്. ഇപ്പൊ നിഫ്റ്റിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് സ്മാർട്ട് മണി ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നിഫ്റ്റി നല്ല രീതിയിൽ താഴേക്ക് മൂവ് ചെയ്തു. അപ്പം നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ സ്റ്റോക്സിലൊക്കെ പറയുന്ന ലെവലൊക്കെ നിങ്ങൾ ചാർട്ടിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനിയും കുറെ ദിവസങ്ങൾ ഇപ്പൊ നമ്മൾ കുറച്ചുനാൾ മാർക്കറ്റിലല്ല ഈ ഒരു യൂട്യൂബ് ചാനലിൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. അപ്പം ഇനിയിപ്പം റെഗുലർ ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു.